ദൈവനാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്നതിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിലെല്ലാം വിതയ്ക്കുന്നത് കൊയ്യും എന്നുള്ള സബ്ജക്റ്റിനോടനുബന്ധിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിനോടനുബന്ധിച്ച് ഇന്ന് നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. ഗലാത്യലേഖനം 6-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യം. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നാം ഇതിനോടനുബന്ധിച്ച് 4 കാര്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അതിൽ ഒന്നാമത്തെ കാര്യം വിതയ്ക്കുന്നത് കൊയ്യുവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ വിതയ്ക്കുന്നത് കൊയ്യുവാൻ വേണ്ടിയാണ് നാം വിതയ്ക്കുന്നത് എന്നുള്ളത് നാം കണ്ടു. രണ്ട് തരത്തിലുള്ള വിത്തുകളെക്കുറിച്ച് നമ്മൾ അത് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഒന്ന് ജഡത്തിൻ്റെ വിത്ത്, അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തി. രണ്ടാമത് ആത്മാവിൻ്റെ വിത്ത്, ആത്മാവിൻ്റെ പ്രവൃത്തി. നമ്മൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 19-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ചാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഇവിടെ അനേക ജഡത്തിൻ്റെ വിത്തുകളെക്കുറിച്ചും ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും നാം ഇവിടെ കാണുന്നുണ്ട്. അതിൽ കഴിഞ്ഞ ആഴ്ച നാം കണ്ടത് അനുസരണക്കേടിൻ്റെ വിത്താണ്. അനുസരണക്കേടിൻ്റെ വിത്ത് വിതച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഇന്ന് നമുക്ക് അസൂയ വിതച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾക്ക് അല്പമായിട്ട് ചിന്തിക്കാം. അതിനായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കാം. കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. അപ്പോൾ അതിന് മുമ്പത്തെ വാക്യത്തിൽ നിന്നാണ് നമുക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്ന, കുറേ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്നും യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന്, അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. ഇവിടെ ഹാബേലും കയീനിലും അവരവരുടേതായിട്ടുള്ള അധ്വാനത്തിൽ നിന്ന് ദൈവത്തിന് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അവൻ്റെ മുഖം വാടി. അവൻ്റെ മുഖം വാടുന്നതിൽ കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവന് പ്രയാസമുണ്ടാകും. എന്തുകൊണ്ട് എൻ്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല എന്നുള്ളത് കൊണ്ട് അവൻ്റെ മുഖം വാടാം. എന്നാൽ അവനിവിടെ ഉണ്ടായ തെറ്റെന്ന് വെച്ചാൽ അവൻ്റെ അസൂയാണ്. അവന് അസൂയ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഹാബേലിൻ്റെ മേൽ അവന് അസൂയ ഉണ്ടായി. ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. അവൻ്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല എന്നല്ല അവൻ്റെ പ്രയാസം, മറിച്ചോ എന്തുകൊണ്ട് ഹാബേലിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു എന്നുള്ളതാണ് അവൻ ചിന്തിച്ചത്. അതുകൊണ്ടാണ് അവൻ്റെ മുഖം വാടുവാനും അവന് ദേഷ്യമുണ്ടാകാനും ഇടയായിട്ടത്. അവൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല എന്നുള്ളത് കൊണ്ട് അവൻ ചെയ്യേണ്ടി ഇരുന്നത്, അവൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെന്ന്, കർത്താവെ, എന്തുകൊണ്ട് എൻ്റെ വഴിപാടിൽ അങ്ങ് പ്രസാദിച്ചില്ല? എൻ്റെ വഴിപാടിൽ പ്രസാദിക്കുന്നതിന് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? എനിക്ക് പറ്റിയ തെറ്റ് എന്താണ്? എൻ്റെ വഴിപാടും അങ്ങ് പ്രസാദിക്കണം, അതിന് തക്കതായിട്ട് ചെയ്യുവാൻ എന്നെ സഹായിക്കണം എന്ന് ദൈവത്തോട് ചോദിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവന് ഈ ദേഷ്യമുണ്ടാകില്ലായിരുന്നു. അതിന് പകരമായിട്ട് അവൻ്റെ ജീവിതത്തിൽ അവന് അസൂയ മൂത്തത് മുഖാന്തരമായിട്ട് അവൻ ചെയ്തത് ഇവിടെയാണ് നാം കടന്നേക്കാൾ. ദൈവം അവനോട് ചോദിക്കുന്നുണ്ട്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്തില്ലെങ്കിലോ പാപം വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു. ആ ചോദ്യവും അവൻ്റെ മുഖം വാടിയപ്പോഴും അവൻ കോപിച്ചപ്പോഴും ദൈവം അവനോട് ഈ ചോദ്യവും കൂടെ ചോദിച്ചു, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? അപ്പോഴെങ്കിലും അവന് കർത്താവിനോട് പറയാമായിരുന്നു, കർത്താവെ, എൻ്റെ മുഖം വാടിയത് അങ്ങ് എൻ്റെ യാഗത്തിൽ പ്രസാദിക്കാതിരുന്ന മുഖാന്തരമായിരുന്നു എന്നാൽ അവൻ അതല്ല ചെയ്തത്. അവൻ ചെയ്തത് 8-ാം വാക്യത്തിൽ നാം കാണുന്നു. എന്നാൽ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട്
നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ വയലിലിരിക്കുമ്പോൾ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്നവൻ പറഞ്ഞു. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവന് തന്നെ അറിയാമായിരുന്നു അവൻ അവൻ്റെ അനുജൻ്റെ കാവൽക്കാരനാണ്. ചേട്ടൻ്റെ മീൻസ് അവകാശമാണ്, അതേപോലെ അവൻ്റെ ഡ്യൂട്ടിയാണ് അനുജനെ നോക്കുക, അനുജൻ്റെ കാര്യം അന്വേഷിക്കുക, അനുജന് വേണ്ടി നിൽക്കുക എന്നുള്ളത് മൂത്തവൻ്റെ ഡ്യൂട്ടിയാണ്, ഇളയവൻ്റെ ഡ്യൂട്ടിയല്ല. അതവൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ? അപ്പോൾ അവന് മനസ്സിലായി, അവൻ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലായി. എന്നാലും അപ്പോഴും അവൻ താഴുവാനായിട്ട് അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ താഴുവാനായിട്ട് അവൻ മനസ്സ് വന്നില്ല. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, ദൈവമാണ് അവൻ്റെ വഴിപാട് പ്രസാദിക്കാതിരുന്ന് ഹാബേലിനൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ലായിരുന്നു. എന്നാൽ ദൈവത്തോട് കോപിക്കുന്നതിന് പകരമായിട്ട് അവൻ ഇന്നസെൻറ്റും പാപവുമായിരുന്ന ഒരു തെറ്റും ചെയ്യാത്ത അവൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്തു എന്ന് മാത്രമല്ല, അവനെ കൊന്നുകളഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതിന് കർത്താവ് പറഞ്ഞു, അതിനവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇപ്പോൾ നിന്റെ അനുജൻ്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായി തുറന്ന് ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. അത് കഴിഞ്ഞിട്ട് അവൻ കയ്യൻ പിന്നെ ദുഃഖിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ആ ദുഃഖം കൊണ്ട് പിന്നെ യാതൊരു പ്രയോജനവുമില്ല. കയ്യൻ യഹോവയോട് പറയുകയാണ്, എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. ഇതാ നീ എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴലുന്നവനാകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും. പിന്നെ അവൻ്റെ ജീവിതം ആയുസ് മുഴുവനും ഭയത്തിൽ, എന്നെ കൊല്ലും, എന്നെ ആരെങ്കിലും കണ്ടാൽ കൊല്ലും. അവന് ദൈവം അതുകൊണ്ടൊരു സൈനൊക്കെ കൊടുത്തു അവൻ്റെ നെറ്റിമേൽ. എന്നാലും അവൻ്റെ ആ ഭയം ഒരിക്കലും അവനെ വിട്ട് പിന്നെ പോയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട്? അസൂയ എന്തുകൊണ്ട്? തൻ്റെ അനുജനെ ദൈവം അനുഗ്രഹിച്ചു. അനുജൻ്റെ ഇതിൽ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു, എൻ്റെയിൽ പ്രസാദിച്ചില്ല എന്നുള്ള ആ ഒറ്റ കാരണം കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ അവൻ്റെ തെറ്റുകൾ സമ്മതിക്കുകയും അവൻ ദൈവത്തോട് ചോദിക്കുകയും ചെയ്തായിരുന്നെങ്കിൽ കയ്യിൻ്റെ വഴിപാടും ദൈവം പ്രസാദിച്ചേനെ. എന്നാൽ അതല്ല നടന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ വിതച്ചത് അവൻ കൊയ്തേ പറ്റത്തുള്ളൂ. അവൻ കൊന്നു. പിന്നെ അവൻ തന്നെ പറയുകയാണ്, അവൻ്റെ ഭയം, അവൻ പറയുകയാണ്, എന്നെ കണ്ടാൽ കൊല്ലും. ആ ഒരു ചിന്തയോടുകൂടെ അവൻ കൊന്നു. ആ വിത അവൻ വിതച്ചത്, അവൻ കൊയ്തത് വേറൊരു രീതിയിലാണ്. എന്നാൽ അവൻ കൊയ്തു. അവൻ പറയുകയാണ്, എന്നെ ആരെങ്കിലും എന്നെ കണ്ടാൽ കൊല്ലും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ലോകത്തിൽ ഉഴലുന്നവൻ ആയിത്തീരുവാനായിട്ട് ആ ഭയത്തിൽ, പെട്ടെന്ന് മരിക്കുന്നേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു മരണമാണ് ഈ മരണം. ആരെങ്കിലും എന്നെ കണ്ടാൽ കൊല്ലും എന്നുള്ള ഭയത്തിൽ. അതെ, വിതയ്ക്കുന്നത് കൊയ്യുവാൻ വേണ്ടിയാണ്. വിതയ്ക്കുന്നത് കൊയ്യും. അത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ നമുക്ക് കുറവുകളെല്ലാം ഉണ്ടാകാം. എന്നാലും നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, നാം വിതയ്ക്കുന്നത് കൊയ്യുവാൻ വേണ്ടിയാണ്. നാം വിതയ്ക്കുന്നത് കൊയ്യും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിത്ത് ഈ ലോകത്തിൽ ആത്മാവിൻ്റെ വിത്താണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിതയ്ക്കുവാനായിട്ട്. അതിന് പകരം നാം ജഡത്തിൻ്റെ വിത്ത് കൊതിച്ചാൽ തീർച്ചയായിട്ടും നാം ജഡത്തിൻ്റെ ഫലം കൊയ്യും. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആത്മാവിൻ്റെ വിത്ത് വിതച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.